മക്കളെ, നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓരോ നിമിഷവും ജീവിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ നെഞ്ചിനകത്ത് മുട്ടിപ്പൊങ്ങുന്ന ആ ചെറിയ പമ്പ് കൊണ്ടാണ്. അതാണ് ഹൃദയം. ഹൃദയം ഒരു മസിൽ കൊണ്ട് നിർമ്മിച്ച പമ്പ് പോലെയാണ്. അതിന്റെ ജോലി രക്തം ശരീരത്തിലുടനീളം സപ്ലൈ ചെയ്യുക. ഈ രക്തം ഓക്സിജനും ന്യൂട്രിയൻസും കൊണ്ടുപോകും. ശരീരത്തിലെ ഓരോ കോശത്തിനും ഈ രക്തം ഒരു തരത്തിലുള്ള ജീവനാംശം പോലെയാണ്. ഹൃദയം 4 ക്യാമറകളാണ്, 2 മുകളിൽ 2 താഴെ. രക്തം ശരീരത്തിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ ഹൃദയം അതിനെ ശുദ്ധീകരിച്ച ശേഷം വീണ്ടും ലങ്ങിലേക്ക് അയക്കും. അവിടെ നിന്ന് ഓക്സിജൻ വാങ്ങിയ രക്തം വീണ്ടും ഹൃദയത്തിലേക്ക് തിരിച്ചെത്തും. പിന്നെ ഹൃദയം അതിനെ മുഴുവൻ ശരീരത്തിലേക്ക് പമ്പ് ചെയ്യും. ഇങ്ങനെ അത് ഒരു സെക്കൻഡും വിശ്രമിക്കാതെ ദിവസവും രാത്രിയും പ്രവർത്തിക്കുന്നു. നമ്മൾ ഓടുമ്പോൾ, ഭയപ്പെടുമ്പോൾ, ഉത്സാഹത്തിലാകുമ്പോൾ ഹൃദയം കൂടുതൽ വേഗത്തിൽ മുട്ടും. ഒരു കുഞ്ഞിന്റെ ഹൃദയം മിനിറ്റിൽ 120 വരെ മുട്ടും. മുതിർന്നവരിൽ സാധാരണ 70 മുതൽ 80. ഈ ചെറിയ പമ്പ് ഒരു ജീവിതകാലം മുഴുവൻ ലിറ്ററലി മുടങ്ങാതെ പ്രവർത്തിക്കുന്നു. ഒന്ന് ചിന്തിച്ചാലോ, നമ്മൾ ഉറങ്ങുമ്പോഴും സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഈ ഹൃദയം തന്റെ ജോലി നിശബ്ദമായി തുടരുന്നു. എല്ലാം നിർത്തിയാലും ഇതാണ് നമ്മെ ജീവിച്ചിരിപ്പിക്കുന്നത്. ഹൃദയം ശരീരത്തിന്റെ മെക്കാനിക്കൽ പമ്പ് മാത്രമല്ല, പലപ്പോഴും അത് മനുഷ്യന്റെ ഇമോഷണൽ സെന്റർ പോലുമാണ് നമ്മൾ കാണുന്നത്. കരൾ കൊണ്ട് ചിന്തിച്ചാൽ ഹൃദയം കൊണ്ട് അനുഭവിക്കാം. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ജീവിതം മുഴുവൻ നമ്മെക്കൊണ്ട് നടക്കുന്ന ഈ ഹൃദയത്തെ പരിരക്ഷിക്കണം, സ്നേഹിക്കണം.